ഹലോ, എല്ലാവർക്കും ഫൈഹാസ് വേൾഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വിളവെടുപ്പ് വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് തക്കാളിയാണ് ഞാൻ വിളവെടുക്കുന്നത്. അപ്പോൾ ഈ തക്കാളി നിൽക്കുന്നത് വളവും മണ്ണും ഒന്നുമില്ലാത്ത ഒരു പോട്ടിംഗ് മിക്സിലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വിശദമായ വീഡിയോ ചെയ്യുന്നുണ്ട്, എല്ലാവരും കാണണേ. പാകമായ തക്കാളികൾ മാത്രമേ ഇപ്പോൾ വിളവെടുത്തിട്ടുള്ളൂ. അപ്പോൾ അടുത്തതായിട്ട് വിളവെടുക്കുന്നത് പീച്ചിലാണ്. ഇത് കണ്ടില്ലേ, ചെറിയ ഒരു ചട്ടിയിൽ നിൽക്കുന്ന പീച്ചിലിൻ്റെ തൈയാണിത്. ഇതിലിപ്പോൾ 2 പീച്ചിൽ ഉണ്ടായി കിടപ്പുണ്ട്. അപ്പോൾ പാകമായത് ഒരെണ്ണമുള്ളൂ. ഇപ്പോൾ അതാണ് വിളവെടുക്കുന്നത്. അപ്പോൾ ഇത് പീച്ചിൽ എടുത്തിട്ടുണ്ട്. ഇനി എടുക്കുന്നത് കോവക്കയാണ്. കോവൽ ഞാൻ കുറച്ച് ദിവസം മുമ്പ് വിളവെടുത്തതാണ്. അപ്പോൾ ഇതേ അടുത്തത് കൂടി ആയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി എടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതിൽ നിറയെ കോവൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള വിശദമായ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോവലിന് കൊടുക്കുന്ന വളങ്ങളും അതിൻ്റെ പരിചരണവും എല്ലാം ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാർ അതൊക്കെ ഒന്ന് പോയി കാണണേ. അടുത്തതായിട്ട് കുറച്ച് വെണ്ടയ്ക്കയാണ് പറിക്കാനുള്ളത്. അപ്പോൾ റെഡ് വെണ്ടയ്ക്കയും ഗ്രീൻ വെണ്ടയ്ക്കയും ഇവിടെയുണ്ട്. കണ്ടില്ലേ, കുറച്ചൊക്കെ പാകമായി കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കാന്താരിയുടെ തൈയാണ്. ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് വിളവെടുത്തതാണ്. അടുത്തത് പാകമായി വരുന്നേ ഉള്ളൂ. കണ്ടില്ലേ, വയലറ്റ് കളറ് മുളകാണ്. യെല്ലോയിൽ നിന്ന് വയലറ്റ് കളർ ആകുന്ന ഒരു മുളകാണിത്. ഇതിൽ നിന്നൊക്കെ ഞാൻ വിളവെടുത്തതാണ്. ഇത് അമരപ്പയറാണ്. ഇത് നിറയെ പൂത്ത് നിൽക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ സീസണൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി കായ പിടിച്ച് അധികമൊന്നും കിട്ടില്ല. ഇതൊക്കെ ഇപ്പോൾ ലാസ്റ്റ് ഉള്ള വിളവാണ്. അപ്പോൾ ആരും ഇനി അമരപ്പയറൊന്നും നട്ട് പിടിപ്പിക്കേണ്ട, അതിൻ്റെ സീസൺ കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ചൂടല്ലേ, ചൂടുള്ള കാലാവസ്ഥയിൽ അമരയുടെ പൂവെല്ലാം കൊഴിഞ്ഞു പോവും. അപ്പോൾ കായ പിടുത്തം കുറവായിരിക്കും. ഇത് കുറ്റിപ്പയറാണ്. കുറ്റിപ്പയർ ഞാൻ വിളവെടുത്തതാണ്, എന്നാലും കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടി അങ്ങോട്ട് വിളവെടുക്കുകയാണ്. എല്ലാ സമയത്തും വിളവ് തരുന്ന ഒരു ചെടിയാണ് പയർ. പയറിൻ്റെ അടുത്ത വിത്തുകളൊക്കെ ഞാൻ പാകി വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം നട്ട് പിടിപ്പിക്കണം. ഇനി വഴുതന കൂടി വിളവെടുക്കാനുണ്ട്. കണ്ടോ, ഇത് ചെറിയ ചട്ടിയിൽ നിൽക്കുന്ന വഴുതനയാണ്. അപ്പോൾ വഴുതന പാകമായത് കൂടി വിളവെടുക്കുന്നുണ്ട്. എന്നും ഇതുപോലെ ടെറസിൽ വന്നാൽ കുറച്ചാണെങ്കിലും നമ്മുടെ മനസ്സിനുള്ള സന്തോഷത്തിനുള്ള വിളവ് എന്നും കിട്ടാറുണ്ട്. അപ്പം ഞാൻ ഓർത്ത് ഇന്ന് ഒരു വിളവെടുപ്പ് വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഇന്ന് വിളവെടുത്ത കാഴ്ചയാണ് ഈ കാണുന്നത്. ഇത്രയും സാധനങ്ങൾ എനിക്ക് ഇന്ന് വിളവെടുത്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വിളവെടുക്കുന്ന കാണാൻ സന്തോഷമുള്ള ആളുകളും ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, താങ്ക് യു.